നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ സി എസ് കെയെ മുക്കിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ്. സി എസ് കെ ബൗളിങ്ങും കൊണ്ട് എവിടെ വരെ എന്നതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. റാഫ്റ്റോക്സിൻ്റെ ആദ്യത്തെ പവർ റാങ്കിങ്ങിൽ നമ്മൾ PBKS ആണ് ഇത്തവണത്തെ വെൽ റൗണ്ടഡ് ടീം, മികച്ച ടീം, അവർക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പരിഹസിക്കാനും കളിയാക്കാനൊക്കെ നിരവധി പേരുണ്ടായിരുന്നു. ഇപ്പോൾ 2 കളികൾ കഴിയുമ്പോൾ PBKS അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ നിരീക്ഷണം തെറ്റിയിട്ടില്ലല്ലോ. ഏതായാലും CSKയെ ഇപ്പോൾ 5 വിക്കറ്റിനാണ് PBKS തകർത്തെറിഞ്ഞിരിക്കുന്നത്. മറ്റൊരു 200-ന് മുകളിലുള്ള സ്കോർ കൂടി അവർ മറികടന്നിരിക്കുകയാണ്. CSK നിശ്ചിത 20 ഓവറുകൾ 5 വിക്കറ്റിന് 209 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ PBKS 18.4 ഓവറുകളിൽ 5 വിക്കറ്റിന് വിജയലക്ഷ്യം മറികടന്നു. അവരുടെ ടോപ്പ് ഓർഡർ നോക്കണം. പ്രിയാൻ ഷാരിയ 11 പന്തുകളിൽ നിന്ന് 39, പ്രഭ്സിമ്രാൻ സിംഗ് 34 പന്തുകളിൽ 43, കൂപ്പർ സൂപ്പർ കനോലി 22 പന്തുകളിൽ നിന്ന് 36, നായകൻ ശ്രേയസ് അയ്യർ 29 പന്തുകളിൽ 50 റൺസ്. യെസ്, അയ്യർ ദി ഗ്രേറ്റ്. അയ്യർ മുന്നിൽ നിന്ന് നയിച്ചു. PBKS അനായാസം വിജയിച്ച് കയറി. മത്സരത്തിൽ CSKയുടെ തുടക്കം മികച്ചതായിരുന്നില്ല. വലിയ പ്രതീക്ഷ നൽകിയ സഞ്ജു സാംസൺ 7 പന്തുകൾ നേരിട്ട് ഒരു 4ന്റെ സഹായത്തോടെ 7 റൺസുമായിട്ട് മടങ്ങി. അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങും മറ്റ് CSKയുടെ ഇന്നിങ്സും ഒക്കെ നമ്മൾ ഇന്നിങ്സ് ഇടവേള സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് അടക്കുന്നില്ല. സ്കോർ മാത്രം പറഞ്ഞു പോവുകയാണ്. രുദ്രാജ് ഗെയ്ക്വാദ് 22 പന്തുകളിൽ നിന്ന് 28 റൺസ് എടുത്ത് മടങ്ങി. അതേസമയം ആയുഷ് മേത്രയ അവർക്ക് വേണ്ടി പൊളിച്ചടുക്കിയ ബാറ്റിംഗ് നടത്തി. 43 പന്തുകൾ 6 4 5 6 അടക്കം അദ്ദേഹം 73 റൺസ് അടിച്ചപ്പോൾ ശിവൻ ദ്യൂബ് 27 പന്തുകളിൽ നിന്ന് 5 4 ഒരു 6 അടക്കം 45 റൺസിൻ്റെ മികച്ച ഫിനിഷിംഗ് നടത്തി. ഒരു ഘട്ടത്തിൽ 14 പന്തിൽ നിന്ന് 14 റൺസ് എന്ന രൂപത്തിൽ നിന്നയാളാണ്. പക്ഷെ അവസാനം അതിവേഗത്തിൽ അദ്ദേഹം ഫിനിഷ് ചെയ്തു. സർഫറാസ് ഖാൻ്റെ കമിയോ എടുത്ത് പറയണം. 12 പന്തിൽ നിന്ന് 6 4 ഒരു 6 അടക്കം അദ്ദേഹം 32 റൺസാണ് അടിച്ചിരുന്നത്. ഇവിടെ PBKSന് വേണ്ടി വിജയ്കുമാർ വൈശാഖ് 4 ഓവറിൽ 38 റണ്ണിന് 2 വിക്കറ്റ് വീഴ്ത്തി മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയിരുന്നു. യശ്വന്ത് ചാഹൽ 3 ഓവറിൽ 21 റൺസിന് 1 വിക്കറ്റ് എടുത്തു. അതോടൊപ്പം തന്നെ മാർക്കോ യെൻസന് ഒരൽപ്പം എക്സ്പെൻസീവായി 4 ഓവറിൽ 43 റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നു. ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗ് 4 ഓവറിൽ 41 റൺസ് വിട്ടുകൊടുത്തപ്പോൾ സേവിയർ ബാറ്റ്ലെറ്റ് 4 ഓവറിൽ 48 റൺസിനാണ് 1 വിക്കറ്റ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ മികച്ച തുടക്കമാണ് PBKSന് ലഭിച്ചത്. പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും ചേർന്ന് പൊളിച്ചടുക്കിയപ്പോൾ CSKയുടെ ബൗളർമാർ ബിലോ പാറായിപ്പോയി. ടൂത്ത്ലെസ് ബൗളിംഗ്, അതാണ് പറയേണ്ടത്. ഒരു തരത്തിലും എതിരാളികൾക്ക് ഒരു ഭീഷണിയും ഉണ്ടാക്കാൻ ഈ ബൗളിംഗ് നിരയെ കൊണ്ട് കഴിയില്ലേ എന്ന ആശങ്ക ഇപ്പോൾ CSKയുടെ എല്ലാ ആരാധകർക്കിടയിലുമുണ്ട്. പ്രിയാൻ ഷാരിയ 3 4 4 6 അടക്കമാണ് 11 പന്തിൽ നിന്ന് 39 റൺസ് അടിച്ചു. അദ്ദേഹം 5ാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ മടങ്ങുമ്പോഴേക്കും 61 റൺസ് അവരുടെ സ്കോർ ബോർഡിൽ എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ മടങ്ങുന്ന പ്രഭ്സിമ്രാൻ സിംഗ് ആണ് 9ാമത്തെ ഓവറിൽ. അപ്പോഴേക്കും അവർ 95 റൺസിലേക്ക് എത്തി. പ്രഭ്സിമ്രാൻ റണ്ണൗട്ട് ആവുകയായിരുന്നു. 34 പന്തുകൾ 6 4 ഒരു 6 അടക്കം 43 റൺസ്. കഴിഞ്ഞ കളിയിലെ ഹീറോ കൂപ്പർ കനോലി മോശമാക്കിയില്ല. 22 പന്തുകളിൽ നിന്ന് 6 4കളുടെ സഹായത്തോടെ 36 റൺസ്. എന്നാൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരാണ് വിജയത്തിൻ്റെ എല്ലാ അടിത്തറയും പാകിയത്. ഒടുവിൽ അൻഷുൽ കമ്പോജിൻ്റെ പന്തിൽ രാഹുൽ ചാറി പിടിച്ച് പുറത്തായി. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം അർദ്ധ സെഞ്ചുറി കുറിച്ചിരുന്നു. 29 പന്തുകൾ 4 4 3 6 അടക്കം 172.41 സ്ട്രൈക്ക് റേറ്റിൽ 50 റൺസ് അദ്ദേഹം അടിച്ചെടുത്താണ് ഈ ചേസ് അവർക്ക് എളുപ്പമായത്. നഹാൽ വധേര 10 റൺസ് എടുത്ത് മടങ്ങി. ശശാങ്ക് സിംഗും മാർക്കസ് സ്റ്റോയിനിസും ചേർന്നാണ് കളി പൂർത്തീകരിച്ചത്. 3 പന്തിൽ നിന്ന് 2 4ന്റെ സഹായത്തോടെ 9 റൺസ് സ്റ്റോയിനിസ് അടിച്ചപ്പോൾ 6 പന്തിൽ നിന്ന് 2 4ന്റെ സഹായത്തോടെ 14 റൺസ് ശശാങ്ക് സിംഗും അടിച്ചു. ഏതായാലും CSKയുടെ ബൗളിംഗ് ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല എന്താണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് മാറ്റ് ഹെൻറിയൊക്കെ നിർലോഭം റൺസ് വഴങ്ങുകയാണ്. ഒരു ഓവർസീസ് പേസർ ഇങ്ങനെ ബൗൾ ചെയ്യുമ്പോൾ CSKക്ക് അത് വലിയ തിരിച്ചടിയാണ്. 4 ഓവറിൽ 54 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തി. ഏതായാലും CSKയുടെ മുന്നിൽ വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവരുടെ ബൗളിംഗ് നിൽക്കുന്നു. PBKS അവരുടെ ടീമിൻ്റെ മികവിനൊത്ത പ്രകടനവുമായിട്ട് മുന്നോട്ട് കുതിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.